ആരോഗ്യ, അതായത് ഖുർആനിൽ മനിസ്തത്ത ഇലൈഹി സബീല എന്നുണ്ട്. അപ്പോൾ അതിന് പഴയ കാലത്തെ ആളുകൾ പറയാറുള്ളത് തടിയാലും മുതലാലും വഴിയാലും സൗകര്യപ്പെടുന്നവർ ഹജ്ജ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഹജ്ജിൽ പ്രധാനമായും ഹജ്ജ് ചൊല്ലൽ പ്രധാനമല്ല, ചെയ്യൽ പ്രധാനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തവാഫ് ആണെങ്കിൽ തവാഫ് നമ്മൾ നടന്ന് ചെയ്യണം. സഅയ് ആണെങ്കിലും സഫയിൽ നിന്ന് മറുവയിലേക്ക് ഏകദേശം 450 മീറ്ററാണ്. ഇപ്പോൾ 7 തവണ നടക്കുമ്പോൾ ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ അതുണ്ടാവും. പിന്നെ ഏതൊരാൾക്കും താമസം കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹജ്ജിനൊക്കെ വേണ്ടി ആകുമ്പോൾ തിരക്കാകുന്നത് കൊണ്ട് കുറേ ദൂരത്തായിരിക്കും. ചിലപ്പോൾ നടന്നിട്ടായിരിക്കും ഹറമിലേക്ക് വരികയും പോവുകയും വേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മുസ്ദലിഫ തൊട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും നടക്കണം. എല്ലാ ദിവസവും ജംറയിലേക്ക് കല്ലെറിയാൻ പോകാനും നടക്കണം. അപ്പം നടത്തപ്രധാനമായ ഇബാദത്താണ് ഹജ്ജ്. അതുകൊണ്ട് ആരോഗ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പോകുന്ന ആളുകൾ ആരോഗ്യപൂർവ്വം അതിനുവേണ്ടി ഒരുങ്ങണം എന്നതാണ്. അവർ വല്ല മരുന്നും കുടിക്കുന്ന ആളുകളെ മരുന്നൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഡോക്ടറുടെ കുറിപ്പടിയും അതിൻ്റെ കൂടെ വേണം. പിന്നെ അവിടുന്ന് നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കണം. അത് എല്ലാ ദിവസങ്ങളും ഒരു 6 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ പിറ്റേന്നത്തെ ദിവസം നമുക്ക് ഉറക്കച്ചടവില്ലാതെ ക്ഷീണം വരാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എന്ത് ഭക്ഷണമാണോ അവിടുന്ന് കിട്ടുന്നത് അത് നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. എനിക്ക് ആ ടേസ്റ്റ് പറ്റില്ല, അല്ലെ ഇത് പറ്റില്ല എന്ന നിബന്ധന, മാനസികമായ ഒരു ഒരുക്കം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും. പിന്നെ വെള്ളം, അതിൻ്റെ അർത്ഥം ഒരു സാധനം പൊതുവെ എല്ലാവരും ഹജ്ജ് ചെയ്യാൻ ഏറ്റവും അവസാനത്തെ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് വെക്കുന്നതിനെക്കാട്ടും ഏറ്റവും ആരോഗ്യമുള്ള സമയം, തീർച്ചയായും ആരോഗ്യകരമായ മറ്റു രാജ്യങ്ങളിലുള്ള ഹാജിമാരെ നമ്മൾ നോക്കിയാൽ നമ്മളെപ്പോലെ വയസ്സന്മാരായ ആൾക്കാർ വന്നിട്ട് ചെയ്യുന്ന ഒരു കർമ്മമല്ല അത്. യുവാക്കളായ നല്ലൊരു നിര, യുവതികളായ നല്ലൊരു നിരയാണ് മറ്റു പല രാജ്യങ്ങളിൽ വരുന്നത്. അതിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അവിടുന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണുപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് കഫക്കെട്ട് വരും, ജലദോഷം വരും, പനി വരും. ഹറമിലൊക്കെ വെച്ചിരിക്കുന്ന സംസമിലും ഭൂരിപക്ഷവും തണുപ്പ് ശീതീകരിച്ച സംസമാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ ഗൈറു മുബറത്ത്, നോട്ട് കോൾഡ് എന്ന് എഴുതിയ സംസം കാണാം, തണുപ്പിക്കാത്തത്. അത് കുടിച്ചാൽ മതി നമ്മളധികം. മറ്റേത് നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കഫക്കെട്ട് ജലദോഷമൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാകും. പിന്നെ അവിടെ ഹോസ്പിറ്റൽ സംവിധാനം എന്ന് പറയുന്നത് സൗദി സർക്കാരിൻ്റെതും ഇന്ത്യൻ സർക്കാരിൻ്റെതും ഉണ്ടാവും. എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അവരെ പെട്ടെന്ന് കാണിക്കുകയും അതിന് ചികിത്സ തേടണം. നമ്മളത് ചില ചെറിയ ചെറിയ അസുഖങ്ങൾ നമ്മൾ കൊണ്ടു നടന്ന് വലുതാക്കും. അത് ചെയ്യരുത്. ആദ്യം തുടക്കത്തിൽ തന്നെ അതിനുള്ള, ഒരാൾക്ക് പനി വന്നാൽ അയാൾ ഡോളോ ആണോ അല്ലെങ്കിൽ പെനഡോളോ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് രാവിലെ ഒന്ന്, ഉച്ചക്കൊന്ന്, രാത്രി ഒന്നും കുടിച്ച് റെസ്റ്റ് എടുത്താൽ ഒരുപക്ഷെ അയാൾക്ക് അത് മാറിക്കിട്ടും. അയാൾ അതുമായി നടന്നാൽ പിന്നെ അത് കൂടി വരും. ഡോളോ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഡോക്ടർ എന്താണോ പറഞ്ഞത് അത് പ്രകാരം നമ്മൾ ചെയ്യുക എന്ന കാര്യമാണ്.